ഇന്ന് നമുക്കൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു. ഈ ക്ലയന്റ് ടൈപ്പിംഗ് സെന്റർ നടത്തുകയാണ്. അപ്പോൾ അവിടെ വന്നൊരു കസ്റ്റമർ അവർക്ക് സാലറി കൂട്ടിക്കാട്ടി ഫാമിലി വിസ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരൊരു ഡോക്യുമെന്റ് കറക്ഷൻ ചെയ്തത്. എനി ഡോക്യുമെന്റ് കറക്ഷൻ, അത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലായാലും കമ്പനി റിലേറ്റഡ് ആയിട്ട് ഡോക്യുമെന്റ്സ് ആയാലും വളരെ സീരിയസ് ആയിട്ടൊരു കേസാണ്. അപ്പൊ അവര് ചെയ്തത് എന്താ വെച്ചാല്, അവര് 2400 രൂപ സാലറി ഉള്ള ഒരു വ്യക്തി 4000 ദിറം സാലറി ആക്കി അവർക്ക് ആരോ ഇമിഗ്രേഷനിലുണ്ടെന്നൊക്കെ പറഞ്ഞ് അവര് സബ്മിറ്റ് ചെയ്തു. പക്ഷെ നിർഭാഗ്യവശാല് അത് അവർ കണ്ടുപിടിക്കപ്പെട്ടു. UAE ഒരു എമിറേറ്റ്സിന്ന് അത് ഫെഡറൽ ഗവൺമെന്റിന്റെ അണ്ടറിലേക്ക് പാസ് ചെയ്തു. അനേകം മാസങ്ങളായിട്ട് ഇദ്ദേഹം ട്രാവൽ ബാനുമായിട്ട് കിടക്കുകയാണ്. ഇയാളുടെ വിസ എല്ലാം ഓവറായി, പ്രശ്നങ്ങളായി. പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഈ ടൈപ്പിംഗ് സെന്റർ സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പാർട്ടിയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ പബ്ലിക് പ്രോസിക്യൂഷനിൽ വിളിക്കും, പോലീസ് വിളിക്കുകയൊക്കെ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവരിൽ പല കാര്യങ്ങളും അറിയാൻ സാധിക്കും. അങ്ങനെ ഈ ടൈപ്പിംഗ് സെന്ററിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവര് പലർക്കും വേണ്ടി ഇത്തരമാതിരി ഡോക്യുമെന്റ് കറക്ഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് എഡിറ്റിംഗില് കോപ്പി പേസ്റ്റ് ചെയ്യാണ് അവർ ചെയ്തത്. പക്ഷെ ഈ ഡോക്യുമെന്റ് ഈ കറക്ഷനിൽ വരുമ്പോൾ ഇവർക്ക് എന്തുണ്ടാവുന്ന വെച്ചാൽ ഇതിന് ശിക്ഷ ഏകദേശം 50,000 ദിറംസ് തൊട്ട് 300,000 വരെ ഫൈനും, അതിനോട് കൂടാതെ 3 months തൊട്ട് 3 year വരെ ജയിലും പെർമനന്റ് ഡിപ്പോർട്ടേഷനും വരും. അതൊന്നും ആര് ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് റിമൂവ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊന്നല്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും വീടിന്റെ ഹൗസ് കോൺട്രാക്ട് ആയിട്ടോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആയിട്ടോ മറ്റുള്ള ലേബർ കോൺട്രാക്ടോ ഇത്തരം സാധനങ്ങൾ ഒന്നും ഒരു കാരണവശാലും എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനോ ശ്രമിക്കരുത്.